ഹായ് ഓൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുഷ്പ 2 എന്ന മൂവിയിലെ ഫീലിങ്സ് എന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലായിരിക്കും നോക്കുന്നത്. ഇതെങ്ങനെ ഈസി ആയിട്ട് കീബോർഡിൽ വായിക്കാമെന്നായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ഇ മൈനർ സ്കെയിലിലാണ്. ഇ മൈനർ സ്കെയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് പോവാം. ഫസ്റ്റ് പോർഷനിൽ വരുന്ന ആ ഒരു ട്യൂൺ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് നോട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 മെയിൻ കോഡ്സാണ്. അതായത് ഇ മൈനർ, അതുപോലെ തന്നെ എ മൈനർ, പിന്നീട് ബി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇ മൈനർ, എ മൈനർ, ബി. ഓക്കെ, നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷൻ എങ്ങനെയാണ് വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കിതിൻ്റെ റൈറ്റ് ഹാൻഡ് നോട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പോർഷനിൽ യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് കോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ മൈനർ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ എ മൈനർ, ബി മേജറും ഉണ്ട്. പിന്നെ ഒരു ഡിഫറെൻറ്റ് കോഡെന്ന് പറയാനായിട്ട് ബി മൈനറാണ്. സോ ഇ മൈനർ, എ മൈനർ, ബി മേജർ, ബി മൈനർ. ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഇനി നമുക്ക് ഈ സോങ്ങിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോവാം. അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സ് നേരത്തെ പറഞ്ഞ കോഡ്സൊക്കെ തന്നെയാണ്. ഫസ്റ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ മൈനർ, എ മൈനർ, പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബി മൈനർ. ഇതെങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ളത് കണ്ടു നോക്കാം. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ട്യൂട്ടോറിയലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്.